അംബിക പരിഹസിച്ചു. അതെ, ഞാൻ അവിടെ ഒരു വീട് വാങ്ങി, അർജുൻ പറഞ്ഞു. താനെന്ത് നുണയാടോ ഈ പറയുന്നത്? നുണ പറയുന്നതിനൊരു പരിധിയില്ലേ? ജീവൻ കളിയാക്കി ചോദിച്ചു. രേണുക, നിന്റെ മരുമകൻ നുണയുടെ മേൽ നുണയാണ് പറയുന്നത്. നിനക്കും നിന്റെ മകൾക്കും ഇങ്ങനെ ഒരുത്തനെ എവിടുന്ന് കിട്ടി? അംബിക അതും പറഞ്ഞു ചിരിച്ചു. ഒന്ന് നിർത്ത് അർജുൻ, എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ നാണം കെടുത്തുന്നത്? രേണുക ദേഷ്യം കൊണ്ട് വിളിച്ചു പറഞ്ഞു. അർജുൻ കള്ളം പറഞ്ഞതാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ജീവനോട് മത്സരിക്കണമെന്ന് അർജുൻ കരുതിയതിൽ തെറ്റില്ല. പക്ഷെ തന്റെ നിലമറന്ന് ഇങ്ങനെ അഭിനയിക്കുന്നതൊന്നും നല്ലതല്ല. ഇങ്ങനെ വായിൽ തോന്നിയത് പൊങ്ങച്ചം പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും അർജുൻ. ശരി, നീ പറഞ്ഞതുപോലെ വൃന്ദാവൻ കോളനിയിൽ നീ വില്ല വാങ്ങിച്ചിരിക്കാം. ജനറൽ മാനേജർ മോഹൻകുമാർ നിന്നെ സഹായിച്ചും ഇരിക്കാം. എങ്കിൽ പിന്നെ നമുക്ക് ആ വീട് പോയി കണ്ടാലോ? അംബിക പറഞ്ഞു. മഹാദേവന്റെയും രേണുകയുടെയും മുഖം ഇരുണ്ടു. രണ്ടുപേരും അർജുനെ ദേഷ്യത്തോടെ നോക്കി. ഈ അവസ്ഥയെ എങ്ങനെ നേരിടും എന്ന ഭയത്തിലാണിവർ. ഇറ്റ്സ് ഓക്കെ ആന്റി, ഇപ്പോഴല്ല, നമുക്ക് മറ്റൊരിക്കൽ പോകാം, പ്രയാഗ പറഞ്ഞു. അവൾ ആ സന്ദർഭത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇടപെടുകയായിരുന്നു. ഇല്ല, ഇപ്പൊ തന്നെ നമുക്ക് പോകണം. നീ വന്നില്ലെങ്കിൽ ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല. അർജുന് ശരിക്കും അവിടെ ഒരു വീടുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മൾ വീണ്ടും അയൽവാസികളായിരിക്കും. വാ, നമുക്കത് കണ്ടിട്ട് വരാം. അംബിക ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. മഹാദേവനും രേണുകയും പ്രയാഗയും എന്തു ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിന്നു. അംബിക പോകണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് മറ്റു വഴികളില്ലാതെ എല്ലാവരും എഴുന്നേറ്റു. പ്രയാഗ, എന്തിനാ അർജുന ഡിന്നറിന് വിളിച്ചുകൊണ്ടുവന്നത്? ഇപ്പൊ കണ്ടോ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്? രേണുക ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മഹാദേവന്റെ കൂടെ റെസ്റ്റോറന്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. അർജുൻ, നീ ശരിക്കും വൃന്ദാവൻ കോളനിയിൽ ഒരു വില്ല വാങ്ങിയോ? പ്രയാഗ സംശയത്തോടെ ചോദിച്ചു. അർജുൻ മറുപടിയൊന്നും പറയാതെ പുഞ്ചിരിച്ചു. പ്രയാഗയ്ക്ക് ആകെ ആശയക്കുഴപ്പമായി. ഉടനെ തന്നെ അവരെല്ലാവരും കൂടി കാറിൽ യാത്ര തുടങ്ങി. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ വൃന്ദാവൻ കോളനിയിലേക്കെത്തി. എല്ലാവരും കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. ഗാർഡനും സ്വിമ്മിംഗ് പൂളുമൊക്കെയായി അവിടെയുള്ള വില്ലകളെല്ലാം പ്രൗഢവും മനോഹരവുമായിരുന്നു. അർജുൻ കാറിൽ ചാരി നിന്നുകൊണ്ട് എല്ലാവരെയും നോക്കി. നോക്ക് രേണുക, അത് കണ്ടോ? അതാണ് ഞങ്ങളുടെ പുതിയ വീട്. ഒരു ദിവസം മുഴുവൻ കണ്ടാലും മതിയാവില്ല, അത്രയും വലുതാ. അംബിക ഒരു വില്ല കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ വീട് നോക്കി നിൽക്കെ മഹാദേവനും രേണുകയും മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. വീട് നന്നായിട്ടുണ്ട് അംബികെ. നിന്റെ മരുമോൻ എന്തായാലും വില കൂടിയ വീട് തന്നെയാ നിങ്ങൾക്ക് വാങ്ങിയേ, രേണുക അംബികയോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ മരുമകൻ പറഞ്ഞതെന്താ? ഞങ്ങളുടെ വീട് ഒരു ലോ കോസ്റ്റ് വീടാണെന്നല്ലേ? അംബിക അല്പം അഹങ്കാരത്തോടെ ചോദിച്ചു. അത് വിട്ടേക്ക്, അവൻ പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട, മഹാദേവൻ പറഞ്ഞു. എവിടെയാ അർജുൻ നീ വാങ്ങിച്ച വീട്? നമുക്ക് അങ്ങോട്ട് പോകാം. ജീവൻ ഇടയിൽ കയറി അർജുന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മതി ജീവൻ മോനെ, അവനെ വിട്ടേക്കേ. അതെ പ്രയാഗ, നിന്റെ ഭർത്താവിനെ പറഞ്ഞു തിരുത്തേണ്ടത് നീയാണ്. അവൻ ഭാവിയിൽ ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറയുകയാണെങ്കിൽ നിനക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അംബിക പ്രയാഗയോട് ഒരു താക്കീതെന്ന പോലെ പറഞ്ഞു. ആ സമയം അവിടെ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും മോഹൻകുമാർ ഇറങ്ങി. ജീവൻ അത് കണ്ടതും അയാളെ നോക്കി ആവേശത്തോടെ കൈ വീശി കാണിച്ചു. മോനെ ജീവ, അതാരാ? മോന്റെ ഫ്രണ്ടാണോ? അംബിക ചോദിച്ചു. അതെ, ജീവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ, ഇത്ര വലിയ കാറിലൊക്കെ വരുന്ന ആളുകളാണ് എന്റെ മോന്റെ ഫ്രണ്ട്സ്, അംബിക അഭിമാനത്തോടുകൂടി പറഞ്ഞു. മഹാദേവനും രേണുകയും കടുത്ത നിരാശയിലാണ്. പ്രയാഗ നല്ല നിലയിലെത്തിയിട്ടും അർജുൻ കാരണം ആൾക്കാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായില്ല. മോഹൻ തങ്ങളുടെ നേരേക്ക് സന്തോഷത്തോടെ നടന്നു വരുന്നത് കണ്ടതും ജീവന് ആവേശമായി. ഹലോ മോഹൻ സാർ, എന്താ ഈ രാത്രിയിൽ? വൃന്ദാവൻ കോളനിയിൽ പെട്രോളിങ്ങിന് ഇറങ്ങിയതാണോ? ജീവൻ തമാശയോടെ ചോദിച്ചു. ആരാ, മനസ്സിലായില്ല? മോഹൻ സംശയത്തോടെ തന്റെ മുന്നിലേക്ക് വന്ന ജീവനെ നോക്കി. പെട്ടെന്ന് ജീവൻ ഒന്ന് പരുങ്ങി. സാർ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ജീവൻ. ലാസ്റ്റ് മന്ത് നടന്ന നമ്മുടെ കമ്പനിയുടെ കോൺഫറൻസ് മീറ്റിംഗിൽ സാർ എന്നെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു. അവൻ അയാളെ ഓർമ്മപ്പെടുത്തി. ജീവനോ? അയാൾ അവനെ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു. ആ യെസ്, ജീവൻ, എനിക്ക് ഓർമ്മയുണ്ട്. താനെന്താ ഇവിടെ? മോഹൻകുമാർ ചോദിച്ചു. ഞാൻ വന്നത് എന്റെ ഫാമിലിയെ പുതിയ വില്ല കാണിക്കാനാണ്. സാറും വരൂ, നമുക്ക് ഒരുമിച്ച് കാണാം. അവൻ പറഞ്ഞതും ഏയ് നോ. ജീവന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് മോഹൻ മുന്നോട്ട് നടന്നു. വാ സായുജ്യ, ഞാൻ നിനക്ക് സാറിനെ പരിചയപ്പെടുത്തി തരാം. ജീവൻ സായുജ്യയെ വിളിച്ചു. സായുജ്യ അവന്റെ അടുത്തേക്ക് നടന്നു. സർ, ഇതാണ് എന്റെ വുഡ് ബി സായുജ്യ. സായുജ്യ, ഇത് മോഹൻകുമാർ സർ. ഇദ്ദേഹം വൃന്ദാവൻ റിയൽ എസ്റ്റേറ്റ് ജനറൽ മാനേജറാണ്. ഒരു വലിയ പണക്കാരനാണ്. ജീവൻ അഭിമാനത്തോടുകൂടി പറഞ്ഞു. നമസ്കാരം, ഞാൻ സാറിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് സാറിനെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സായുജ്യ വിനയത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കൈനീട്ടി.
പക്ഷെ മോഹൻ അവൾക്ക് കൈ നൽകിയതുമില്ല, അവളുടെ വാക്കുകളെ കേട്ടതായി ഭാവിച്ചതുമില്ല. അത് കണ്ട് വല്ലാതായ സായുജ്യ വേഗം അവളുടെ കൈ പിൻവലിച്ചു. അർജുൻ, നീയല്ലേ പറഞ്ഞത് നിനക്ക് ഞങ്ങളുടെ സാറിനെ നന്നായി അറിയാം, ഇവിടുത്തെ വില്ല വാങ്ങിയപ്പോൾ സാർ തന്നെയാണ് നിനക്ക് എല്ലാ ഫോർമാലിറ്റീസും തീർത്തു തന്നതെന്നൊക്കെ? ജീവൻ അർജുനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് തന്നെ അവൻ മോഹൻകുമാറിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇയാൾ പറയുകയാണ് സാറിനെ അയാൾക്ക് നന്നായി അറിയാമെന്നും സാറാണ് ഇയാളെ സഹായിച്ചതെന്നും. ജീവൻ അർജുനെ മോശക്കാരനാക്കാൻ വേണ്ടി അയാളോട് പറഞ്ഞു. ഇതെല്ലാം കേൾക്കെ മോഹന് ദേഷ്യം വന്നു. ജീവൻ എന്തുകൊണ്ടാണ് അർജുനോട് ഇങ്ങനെ പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ അർജുനോട് സംസാരിക്കാനും അയാളോട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനുമാണ് മോഹൻ കാറിൽ നിന്നും ഇറങ്ങിയത് തന്നെ. അതിനിടയിലാണ് ഈ ജീവൻ കയറി അതും ഇതുമൊക്കെ പറഞ്ഞ് അയാളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ, എന്താ നോക്കി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? സാറിനോട് മാപ്പ് പറയ്, ജീവൻ അധികാരഭാവത്തിൽ അർജുനോട് പറഞ്ഞു. നിർത്തടോ! സഹികെട്ട് മോഹൻ പറഞ്ഞതും ജീവൻ ഞെട്ടിപ്പോയി. താൻ ആരോടായി സംസാരിക്കുന്നതെന്നറിയാമോ? മോഹൻ ജീവനോട് ദേഷ്യപ്പെട്ടു. ജീവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം മോഹൻ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത് എന്ന് അവന് മനസ്സിലായില്ല. ഹലോ അർജുൻ സർ. മോഹൻ എന്നിട്ട് ഭവ്യതയോടെ അർജുന് കൈകൊടുത്തു. ഹേയ് മോഹൻ. അർജുനും തിരിച്ചു കൈകൊടുത്തു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തിനാ മോഹനെ പോലെ വലിയ ഒരാൾ അർജുനെ സാറെന്നൊക്കെ വിളിക്കുന്നത്? എല്ലാവരും അത്ഭുതത്തോടെ ചിന്തിച്ചു. അർജുൻ സർ, ഇത് ജീവനാണ്, ഞങ്ങളുടെ കമ്പനിയിലെ ഒരു എംപ്ലോയി. അവന് ആളുകളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്നൊന്നും അറിയില്ല. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ സൂക്ഷിച്ചോളാം, മോഹൻ പറഞ്ഞു. നിങ്ങളുടെ കമ്പനിയിലെ ഒരാൾ പോലും ആരോടും മര്യാദയ്ക്ക് സംസാരിക്കില്ലേ? ഇന്നലെ മറ്റൊരാൾ, ഇന്ന് ഇയാൾ. അർജുൻ ശബ്ദം കനപ്പിച്ച് ചോദിച്ചു. അർജുന്റെ ചോദ്യം കേട്ട് മോഹന്റെ മുഖം ആകെ വിളറി വെളുത്തുപോയി. അർജുൻ ഒരു നിസ്സാരക്കാരനല്ലെന്ന് മോഹന് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. അർജുൻ സാർ, ഈ ഒരു തവണ ക്ഷമിക്കണം. നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളെ തന്നെയാ ഞങ്ങൾ കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇവിടെ ഒരു തെറ്റ് പറ്റിപ്പോയി. ക്ഷമിക്കണം സാർ. ഇനിയൊരിക്കലും ഇത്തരം ആളുകളെ കമ്പനിയിലേക്ക് എടുക്കില്ല, മോഹൻ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. സാർ എന്തിനാ ഇതുപോലുള്ള അവന്മാരോടൊക്കെ മാപ്പ് ചോദിക്കാൻ നിൽക്കുന്നത്? ജീവൻ ചോദിച്ചു. ഷട്ടപ്പ് ജീവൻ. നിനക്കൊരിക്കലും കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ലേ? നിന്നെ ഈ നിമിഷം ഡിസ്മിസ് ചെയ്യുകയാണ് ഞാൻ. ഇനി നീ കമ്പനിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ തന്നെ എന്റെ PAയോട് വിളിച്ചറിയിക്കും. കമ്പനി ലിസ്റ്റിൽ നിന്നും നിന്റെ പേര് റിമൂവ് ചെയ്യാനായി, മോഹൻ വളരെയധികം ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ സാർ, അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ജീവൻ വെപ്രാളത്തോടെ ചോദിച്ചു. മോഹൻ അവനെ ദേഷ്യത്തോടെ നോക്കി. ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലേ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന്? നിന്നെ ഈ കമ്പനിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. കമ്പനി നിനക്കൊരു ലക്ഷറി കാറും പിന്നെ വൃന്ദാവൻ കോളനിയിൽ തന്നെ ഒരു വില്ലയും തന്നിരുന്നില്ലേ? അതെല്ലാം ഞാനിപ്പോ തിരിച്ചെടുക്കുകയാണ്. അതിന്റെ രണ്ടിന്റെയും കീ തരൂ. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞതും ജീവന്റെ മുഖം ആകെ വിളറിപ്പോയിരുന്നു. മോഹൻ സാർ എന്തുകൊണ്ടാ എന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഞാനതിന് എന്ത് തെറ്റാ ചെയ്തത്? എല്ലാത്തിനും കാരണം അർജുനാണ്. പക്ഷേ അവനെ എന്തിനാ മോഹൻ സാർ ഇങ്ങനെ ഭയക്കുന്നത്? അവന് അത്രയും വലിയ പവർഫുള്ളാണോ? ജീവൻ മനസ്സിലാലോചിച്ചു. പക്ഷേ ഇങ്ങനെ നിന്നാൽ എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് കരുതി അവൻ വേഗം മോഹന്റെ അടുത്തേക്ക് ചെന്നു. സാർ, എന്തൊക്കെയായി ചെയ്യുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. എന്താ താൻ എന്നെ ചോദ്യം ചെയ്യുകയാണോ? എന്റെ കമ്പനിയിലെ ഒരു ചെറിയ ബ്രാഞ്ചിലെ മാനേജർ മാത്രമാണ് താൻ. മര്യാദയ്ക്ക് കാറിന്റെയും വില്ലയുടെയും കീ എന്റെ കയ്യിൽ തരൂ. തിരിച്ചിങ്ങോട്ട് ഒന്നും ചോദിക്കണ്ട, മോഹൻ ദേഷ്യത്തോടെ പറഞ്ഞു. ജീവൻ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണു. അവൻ 2 കീയും മോഹന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചു. ഇതെല്ലാം കണ്ട് ചിരിയടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു രേണുക. അയ്യോ അംബികെ, ആ കാറും വില്ലയും നിന്റെ മരുമോന്റേതല്ലേ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.